ഹായ് ഫ്രണ്ട്സ്, LLM പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് CE-Kerala.gov.in പുതിയ നോട്ടിഫിക്കേഷൻ വന്നേക്കാണ്. LLM കോഴ്സ് ചെയ്യാൻ ഗവൺമെന്റ് ലോ കോളേജസിലേക്ക് ഇൻവിറ്റേഷൻ കൊടുത്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. CE-Kerala.gov.in എന്ന വെബ്സൈറ്റിൽ അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഉണ്ട്. 4 ഗവൺമെന്റ് ലോ കോളേജസിലേക്കും ബാക്കി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും വേണ്ടി ഒരു കോമൺ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. LLM അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ മിനിമം 50% മാർക്ക് LLBയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കേരള ലോ എൻട്രൻസ് എക്സാം എഴുതാൻ നമ്മൾ ക്വാളിഫൈഡ് ആണ്. ഈ LLM ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന 4 ഗവൺമെന്റ് ലോ കോളേജസിലേക്കും പ്രൈവറ്റ് ലോ കോളേജ് ആയിട്ടുള്ള കുറച്ച് കോളേജസിലേക്കുമാണ്. നമ്മുടെ ഗവൺമെന്റ് ലോ കോളേജസിലേക്ക് വരുവാണെങ്കിൽ ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരത്ത് ടോട്ടൽ 15 സീറ്റാണുള്ളത്. അതിൽ ഇവർ ഇപ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, ക്രിമിനൽ ലോ ആൻഡ് ക്രിമിനോളജി ആൻഡ് പീനോളജി എന്ന് പറഞ്ഞതും ഇന്റർനാഷണൽ ലോയുമാണ് ഗവൺമെന്റ് ലോ കോളേജിലുള്ളത്, തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലുള്ളത്. ആകെ ടോട്ടൽ 15 സീറ്റാണ് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ. ഇനി നമുക്ക് എറണാകുളം ലോ കോളേജിലേക്ക് നോക്കാം. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ 15 സീറ്റാണ്. അവിടെ കൊമേഴ്ഷ്യൽ ലോ സ്പെഷ്യലൈസേഷനും ക്രിമിനൽ ലോയുമാണ്. ഇനി നമുക്ക് തൃശ്ശൂർ ലോ കോളേജിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോയും ക്രിമിനൽ ലോയുമാണ്. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലാണെങ്കിൽ ലോ ഓഫ് ടാക്സേഷനും ക്രിമിനൽ ലോയുമാണ് സ്പെഷ്യലൈസേഷൻ. അവിടെ 15 സീറ്റാണ്. ഞാൻ പറയാൻ വിട്ടുപോയി, തൃശ്ശൂർ ലോ കോളേജിൽ 10 സീറ്റാണ് അവൈലബിൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ 15 സീറ്റും എറണാകുളം ലോ കോളേജിൽ 15 സീറ്റ്, തൃശ്ശൂർ ലോ കോളേജിൽ 10 സീറ്റ്, കോഴിക്കോട് ലോ കോളേജിലും 15 സീറ്റാണ് അവൈലബിൾ. അപ്പോൾ നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് CE-യുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാം. അഡ്മിഷൻ ഫീസ് വരുന്നത് 840 രൂപയാണ്. CE നടത്തുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഇതിൽ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന വിഷയങ്ങൾ 25 മാർക്കിന് ചോദിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, ജൂറിസ്പ്രൂഡൻസ്, ലോ ഓഫ് ക്രൈംസ്, ലോ ഓഫ് കോൺട്രാക്ട്. ഇത്രയും 25 മാർക്കിന്റെ വീതം പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 100 മാർക്കിന്റെ. പാർട്ട് എയിൽ. പാർട്ട് ബി എന്ന് പറയുന്നതിനകത്ത് വരുന്നത് കമ്പനി ലോ 20 മാർക്ക്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി 20 മാർക്കിന്, പബ്ലിക് ഇന്റർനാഷണൽ ലോ 20 മാർക്കിന്, അഡ്മിനിസ്ട്രേറ്റീവ് പിന്നെ 10 മാർക്കിന് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സും 10 മാർക്കിന് ലോ ഓഫ് ടോട്ട്സുമാണ് വരുന്നത്. ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്കും നെഗറ്റീവ് ആൻസറിന് 1 മാർക്ക് ഡിഡക്ട് ചെയ്യും. ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ അക്നോളജ്മെന്റ് പേജ് പ്രിന്റ് എടുത്ത് വെക്കണം. അപ്പോൾ അലോട്ട്മെന്റിന്റെ സമയത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും അലോട്ട്മെന്റിൽ നമുക്ക് സീറ്റ് അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോക്യുമെന്റ്സിന്റെ എല്ലാം ഒറിജിനൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് LLM അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടി കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നതിനുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ CE-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരുടെ ഫോൺ നമ്പർ ഉണ്ട്, അവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് വഴി ചോദിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2 ആണ്. നോട്ടിഫിക്കേഷൻ വന്നത് തൊട്ട് അപ്ലൈ ചെയ്യാമായിരുന്നു. 26/7/2024 മുതൽ ഓഗസ്റ്റ് 2 വൈകിട്ട് 5 മണി വരെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് 17/8/2024 LLM എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.